ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മുടെ ഇന്നുള്ളത് 2026 കിയൻ്റെ സ്പോട്ടേജ് ആണ്. സ്പോട്ടേജിൻ്റെ തന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേർഷൻ ആണ് നമ്മുടെ ഇന്നുള്ളത്. ഇന്ന് ട്രിം വരുന്നത് EX ആണ് നമ്മുടെ ട്രിം വരുന്നത്. നമുക്ക് എന്തായാലും പറഞ്ഞു കിട്ടാണ്ട് നമുക്ക് വണ്ടീൻ്റെ ഫീച്ചറുകളിലേക്ക് നമുക്ക് പോവാം. ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്കൊരു 3 സ്ലാറ്റ്സ് ഉള്ളൊരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഹെഡ്ലാംപ്സ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ യൂണിറ്റ് ഒക്കെയാണ് നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈൻ യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നടുക്കോട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രിൽ യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു കിയൻ്റെ ബാഡ്ജിങ് കാണാം. നമുക്ക് ഈ ഒരു കളറൊക്കെ ആണെങ്കിലും കിടക്കുന്ന ഒരു വെറൈറ്റി കളറാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ബ്രസ്റ്റ് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ലിപ്പ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്, ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഒരു മാസീവ് പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞ പോലെ 2026 മോഡലാണ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. നല്ലൊരു കിടുക്കൻ കളറിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക, കിയ സ്ട്രാറ്റ്ഫോർഡ് വന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു റേറ്റിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു നല്ല കിടുക്കൻ ഒരു എന്താ പറയുക, ഒരു കളറോടുകൂടിയുള്ള ഒരു വണ്ടി നമുക്കിവിടെ കിയ സ്ട്രാറ്റ്ഫോർഡിൽ നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ശ്യാമാണ് നമ്മുടെ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ശ്യാമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നത് നല്ലൊരു ഡീലിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. നമുക്ക് ഇനി എന്തായാലും സൈഡ് പ്രൊഫൈൽ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേനും 235/55 R90 എന്ന് പറയുന്ന ഒരു 19 ഇഞ്ച് മിഷലിൻ്റെ ടയേഴ്സാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഈ കിയൻ്റെ വണ്ടികളിലൊക്കെ ക്യുംഹാവിൻ്റെ ടയേഴ്സാണ് വരുന്നത്. പക്ഷേ ഇതിന് നമുക്ക് വരുന്നത് മിഷലിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അതിനകത്ത് നമുക്കൊരു പിയാനോ ബ്ലാക്കും ഒരു അലുമിനിയം ഫിനിഷോടുകൂടിയൊക്കെ ഒരു അലോയ്സ് ഫീലാണ് വരുന്നത്. നമുക്ക് നമ്മൾ EV9 കണ്ട അതേ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്. അതുപോലെ വീൽ ആർച്ചൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒരു ഫൈബർ ഫിനിഷോട് കൂടിയിട്ടുള്ള വീൽ ആർച്ച് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സ്പോട്ടേജുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീൽ ആർച്ചിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലൈൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ബോഡി ലൈൻ വരുന്നുണ്ട്. ഷാർപ്പായിട്ട് നമുക്ക് ഈ ഒരു ബോഡീൻ്റെ ഈ ഒരു സെക്കൻഡ് റോയിൻ്റെ ഡോറിൻ്റെ ഈ ഒരു സൈഡ് വരെ, ഡ്രോൺ ഹാൻഡിലിൻ്റെ ഈ ഒരു സൈഡ് വരെ വരുന്നുണ്ട്. ബ്ലാക്ക് ഫൈബർ ഫിനിഷ് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഈ ബോഡീനെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേന് ഈ ഗ്ലാസ് ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു അലുമിനിയം ഫിനിഷോട് അല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു റൂഫ് റെയിൽസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെയൊക്കെയാണെങ്കിൽ നല്ലൊരു സ്റ്റീൽ ഫിനിഷ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിത് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും. ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല കിടുക്കനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ എലമെന്റോട് കൂടിയുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് നല്ല മനോഹരമായിട്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സ്പോട്ടേജിന്റെ നമുക്ക് ബാഡ്ജിങ് കയറാൻ പറ്റും. അതുപോലെ PHEV പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്, അതിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതാ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 സെൻസേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്കിത് മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇഷ്ടം പോലെ നമുക്ക് ബൂട്ട് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പുൾബാർ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ആ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുൾബാർ അഗൈൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആ ടോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു റോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ നമുക്ക് ആ ഒരു ഡോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഇതിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. നമ്മളത് പൊട്ടിക്കുന്നില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഹ്യൂജ് ആയിട്ടുള്ള ഇഷ്ടം പോലെ സൈസ് വരുന്നത്. സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിന് വരുന്നത്. നമുക്ക് ഇതെന്തായാലും ഇനി ക്ലോസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് പവേർഡ് ബൂട്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ വരും. നമുക്കിത് EX ട്രിം ആണ്, അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് പവേർഡ് ടെയിൽ ഗേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈസിങ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ. നമുക്കൊരു $50,000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഷ്യാമിനെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഞാൻ നമ്പർ എന്തായാലും താഴെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്, അതുകൊണ്ട് നമുക്ക് പ്ലഗ് ചെയ്ത് നമുക്ക് ഇതിനെ ചാർജ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു അടപ്പ് കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക വണ്ടിയാണ്. ഇതിന്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഒക്കെ വരുന്നത് RAV4 അതുപോലെ CR-V ഒക്കെയാണ്. അപ്പം അതിനോട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മുതലാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ എക്സ്റ്റീരിയർ വിശേഷം കണ്ട് നമുക്ക് ഇനി അകത്ത് പോയി ഇത് അകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കമാ നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് എൻജിൻ ബേ കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു എൻജിൻ ബേ വരുന്നത്. 1.6 ലിറ്ററിന്റെ ഒരു പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഹൈബ്രിഡ് അസിസ്റ്റോടുള്ള ഒരു എഞ്ചിൻ. എന്നാൽ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അതിന്റെ ഹൈബ്രിഡ് മോട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ നല്ല നീറ്റ്ലി തന്നെ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഹൈഡ്രോളിക് അസിസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് മാനുവലി നമ്മൾ ഉയർത്തി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു എഞ്ചിൻ ബേ യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇനി എന്തായാലും അകത്ത് പോയി നമുക്ക് ഇതിന്റെ അകത്ത് വിശേഷങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഡോർ പാഡ് യൂണിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഡോർ പാഡ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ടെക്സ്ചേർഡ് ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വിൻഡോന്റെ റോൾ ബട്ടൺസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് അതുപോലെ ഇവിടെ ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ മിറേഴ്സിന്റെ കൺട്രോൾസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പ്രീമിയം സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു 1/2 ലിറ്ററിന്റെ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാക്ഷൻ കൺട്രോള്, അതുപോലെ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ബട്ടൺസ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒക്കെ ആണെങ്കിലും ഹൈറ്റ് ടിൽട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് വരുന്നത്. നല്ലൊരു ബ്ലാക്ക് ഫിനിഷോടുകൂടിയുള്ള നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ 2 സ്പോക്ക് ഉള്ള ഒരു നല്ല കിടുക്കൻ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. അത് ലെതർ റാപ്ഡ് ആണ്. 2 സ്ക്രീൻ വരുന്നുണ്ട്. നല്ല ഹ്യൂജ് ആയിട്ടുള്ള 2 സ്ക്രീൻ വരുന്നുണ്ട്. 12.3 ഇഞ്ചിന്റെ 2 ഡ്യുവൽ സ്ക്രീൻ വരുന്നുണ്ട്. അതിനകത്ത് ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം വയർലെസ്ലി നമുക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും എല്ലാം നമുക്ക് ഡിജിറ്റലി തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക ലേഔട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നടുക്കായിട്ട് നമുക്ക് ഇതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഇതിൻ്റെ മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. നമ്മളിത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ചേഞ്ചസ് വരുന്ന കാണാൻ പറ്റും. നമുക്ക് ഈക്കോ, സ്പോർട്ട്, അതുപോലെ മൈ ഡ്രൈവ്, ഇങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് ടെറൈൻ മോഡ്സിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് സ്നോ, മഡ്, സാൻഡ്, അങ്ങനെ 3 ടെറൈൻ മോഡ്സ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ മ്യൂസിക്, അതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത് നമുക്ക് റൈറ്റിലാണ്. അതുപോലെ നമുക്ക് ഈ വണ്ടിക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നല്ല നീറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടീൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. നമ്മൾ ഈ സൊറണ്ടോയിലൊക്കെ കണ്ട പോലെ നമുക്ക് ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോക്കാവും. പിന്നെ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഈ ഒരു കൺസോളൊക്കെയാണ് നല്ല മനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു സ്ക്രീനെ കുറിച്ച് പറഞ്ഞിരുന്നു. 2.3 ഇഞ്ചിന്റെ ഒരു TFT നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി എന്താ പറയുക സ്ക്രീനാണ് ഇതിന് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ട്.
അതുപോലെ നമുക്ക് ഓൺ ദ കൗണ്ടർ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ എന്താ പറയുക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഹസാർഡ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ AC വെൻസ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് പാസഞ്ചർ സൈഡ് ആണെങ്കിലും ഡ്രൈവർ സൈഡ് ആണെങ്കിലും നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ ഡിഫറൻ്റ്ലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സിങ്ക് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ സിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആണെങ്കിൽ നല്ല കിടുക്കനായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് വരുന്നത്. നമ്മൾ കിയയിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സെയിം പാറ്റേൺ ആണ്, ബട്ട് സ്റ്റിൽ നല്ലൊരു വൃത്തിയായിട്ട് തന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടച്ച് ഒക്കെ ആണെങ്കിലും നല്ല റെസ്പോൺസീവ് ആണ്. നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ഹാപ്റ്റിക് ഫീൽഡ് ഇല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ടച്ച് ചെയ്തൊരു ഫീൽ നമുക്ക് ശരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഈ ഒരു പോർഷൻ നമുക്ക് ക്ലോസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 2 USB Type-C ചാർജിങ് പോർട്ട്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്തായിട്ട് നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. നമുക്കിത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹീറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡും പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും നമുക്കിതുപോലെ ഹീറ്റഡ് സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീല് നമുക്ക് 2-way കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹീറ്റഡ് സ്റ്റിയറിംഗ് വീല് നമുക്കുണ്ട്. ഇപ്പോൾ ഹീറ്റഡ് സീറ്റ്സ് ആണെങ്കിൽ നമുക്ക് 3-way നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലേക്കൊക്കെ നമുക്ക് പോകുമ്പോഴത്തേനും കൂൾഡ് സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെയാണ് ഈ ഒരു ചെറിയൊരു ബട്ടൺ പോലത്തെ നമുക്ക് ഒരു ഡമ്മി പീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഗിയർ ഷിഫ്റ്റർ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സിലേക്കോ ന്യൂട്രലിലേക്കോ ഡ്രൈവിലേക്കൊക്കെ നമുക്കിതിങ്ങനെ ടിൽറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ നമുക്കിത് പാർക്ക് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ നടുക്കത്തെ ഈ ഒരു പീല് ഞെക്കി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫുൾ കൺസോളൊക്കെ ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക നമ്മുടെ ഒരു കാർബൺ ഫിനിഷോട് കൂടിയ ഒരു ടച്ച് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാർബൺ മെറ്റീരിയൽ അല്ല, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഈ മൊത്തം ഒരു കൺസോളൊക്കെയാണ് ഒരു കോക്പിറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കൺസോളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് HEV, നമ്മൾ ഈ സൊറണ്ടോയിലോ ഒക്കെ കാണുന്ന പോലെ നമ്മൾ ഈ ഇലക്ട്രിക് അസിസ്റ്റോടുകൂടി മാത്രം ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഹോൾഡ്. അതുപോലെ ഈ ഒരു ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ പാർക്ക് അസിസ്റ്റൻ്റ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു സാധനം നമുക്കിത് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വേണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കയറ്റി വെക്കാൻ പറ്റും. ഈ സൈഡിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സിന് അതുപോലെ ചെറിയൊരു അസിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടി അത് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഡീസൻറ്റ് സ്പേസ് ഉള്ള ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനകത്തൊരു 12 വോൾട്ടിൻ്റെ ഒരു പവർ സോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. ഈ ആംബ്രസ്റ്റ് മീൻസ് ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല കിടുക്കനായിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല സീറ്റ്സ് ആണ് വരുന്നത്. ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഹീറ്റഡും കൂൾഡ് ഒക്കെ ആയിട്ടുള്ള ഇതിന് ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ഇനി ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ കൂൾഡ് സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. നമുക്ക് കിയേൻ്റെ വണ്ടികളിലൊക്കെ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല കിടുക്കനായിട്ടുള്ള ക്വാളിറ്റി ആട്ടോ. ഞാനിപ്പോൾ സൊറണ്ടോ ആണെങ്കിലും സ്പോർട്ടേജ് ആണെങ്കിലും ബാക്കി വണ്ടികളൊക്കെ കയറിയപ്പോഴും ഇതിൻ്റെ സീറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ നന്നായി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ഒരു വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഇവിടെ നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ് ആണ്, അത് നല്ലൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുള്ള. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതൊരു 1/2 ലിറ്റർ ബോട്ടിലൊക്കെ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. പിന്നെ AC വെൻസും ഇതൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഡിസൈനാണ് ഇതിന് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കാർബൺ ഒരു ഫിനിഷ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഗ്ലോ ബോക്സ് ഒക്കെ ആണെങ്കിലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കുമ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ഇതിന് വരുന്നത്. നമുക്ക് ഇതിൻ്റെ റിയർ വ്യൂ മിറേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിറേഴ്സ് ആണ്. അതുപോലെ നമുക്കിവിടെ ഗരാജ് ഓപ്പണേഴ്സ് ഒക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഗരാജൊക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിനകത്ത് ഈ ബട്ടണിനകത്ത് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് മേളിലോട്ട് വരുമ്പോഴത്തേന് SOS ബട്ടൺ വരുന്നുണ്ട്, ടോയിങ് അസിസ്റ്റൻ്റ് ബട്ടൺ വരുന്നുണ്ട്, ലൈറ്റ്സിൻ്റെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് LED ലൈറ്റ്സ് ആണ് വരുന്നത്, അതിൻ്റെ ബട്ടൺ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഡ്രൈവർ സൈഡ് പാസഞ്ചർ സൈഡ് നമുക്ക് മിറേഴ്സ് വരുന്നുണ്ട്. അതിന് നമുക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്.
പക്ഷെ നമുക്ക് ഇതിന് സൺറൂഫ് വരുന്നില്ല. EX മോഡലാണ്. EXന് നമുക്ക് സൺറൂഫ് വരുന്നില്ല. EX പ്രീമിയം ഒക്കെ ഇതിന്റെ തൊട്ട് ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു പ്രീമിയം മോഡലിലേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇതിന്റെ തൊട്ട് മേളിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേനും നമുക്ക് ഇതിന് സൺറൂഫ്, അതുപോലെ ബാക്കി ഡ്രൈവറിന്റെ മെമ്മറി സീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഓരോ ഇപ്പൊ ഇതിന്റെ ബേസ് നമുക്ക് ഒരു EX എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മിഡ് വേരിയന്റ് ആണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു മിഡിന് താഴെയാണ് എങ്കിൽ പോലും ഇതിനകത്ത് ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ സീറ്റ്സ് ഒക്കെ ആണെങ്കിലും ലെതർ സീറ്റ്സ് വരുന്നുണ്ട്, ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല കിടുക്കനായിട്ടുള്ള ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കിയന്റെ 2026 സ്പോർട്ടേജ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലെ വിശേഷം നമുക്ക് അത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് ഇനി ഇതിന്റെ സെക്കൻഡ് റോ എങ്ങനെയുണ്ടോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. നമുക്ക് ഇതിന്റെ സെക്കൻഡ് റോയിലേക്ക് പോവാം. സെക്കൻഡ് റോയിൽ വരുമ്പോഴത്തേനും നമുക്ക് ഈ സെക്കൻഡ് റോയിലേക്ക് കയറുമ്പോഴത്തേനും നമുക്ക് ഇൻസ്റ്റന്റ്ലി കംഫർട്ടബിൾ ആവുന്നുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റിനൊക്കെ ആണെങ്കിൽ ടിൽട്ട് ഫംഗ്ഷൻ ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിന് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ടിൽട്ട് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു പുൾ ബാർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതുവഴി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ആംറസ്റ്റ് ആണ് ഇതിന് വരുന്നത്. നല്ലൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ സീറ്റിന്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റി ഉള്ള സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ കോട്ടിന്റെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേളിൽ നമുക്ക് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പാക്ഡ് ആയിട്ടുള്ളൊരു ബാക്ക് സീറ്റ് ആണ് വരുന്നത്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഈ ഒരു സീറ്റിന്റെ നമുക്ക് ഈ ഒരു ടിൽട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സീറ്റിംഗ് ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ലെഗ് റൂം ഒക്കെ ആണെങ്കിൽ നല്ല ലെഗ് റൂം വരുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ലോങ് ട്രിപ്പൊക്കെ അടിക്കണമെങ്കിൽ ഒരു വിഷയമില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലും ആ ഒരു കാർബൺ ഫിനിഷ് പോലത്തെ ഒരു മെറ്റീരിയൽ ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡോർ പാഡ് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാണാൻ പറ്റും. അതുപോലെ ആംറസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയലിലൂടെയുള്ള ഒരു ആംറസ്റ്റ് ആണ് വരുന്നത്. സീറ്റ്സ് ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റ്സിൻ്റെ ക്വാളിറ്റി വരുന്നത്. നല്ല അടിപൊളി കുഷൻ സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് നടുക്കാണെങ്കിൽ ഒരു ചെറിയൊരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ ചെറിയൊരു സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഹുക്ക് ചെയ്തിടാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ USB Type-C ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് തന്നെ ഇപ്പുറ സൈഡിലാണെങ്കിൽ നമുക്ക് USB Type-C പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ആ ഒരു ഹുക്ക് വരുന്നുണ്ട്. 2 സൈഡിലും ഹുക്ക് വരുന്നുണ്ട്. നടുക്കോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ AC വെൻസ് വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ഇവിടെ ചെറിയ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ സെക്കൻഡ് റോയിലൊക്കെ വരുമ്പോഴത്തേനും നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ വരുന്നുണ്ട്. സെക്കൻഡ് റോ വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, EX മോഡൽ ആണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ആ ഒരു പ്രീമിയംനെസ് തോന്നും. അതാണ് നമുക്ക് ഈ ഒരു കിയേൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു മോഡലിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ട്രിമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ളൊരു നമുക്ക് ഫീച്ചർ ഓർഡർ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് നമുക്ക് കിട്ടുക. അതാണ് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരാളുടെ ഒരു എന്താ പറയുക ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ട്രിമ്മിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എന്നാൽ ഒരുപാട് പൈസ നമുക്ക് അത്ര അങ്ങോട്ട് പോവാത്ത രീതിയിലുള്ള ഒരു ഫാമിലി മാനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ SUV ആണ് കിയേൻ്റെ സ്പോർട്ടേജ്. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ സ്റ്റാറ്റ്ഫോർഡ് ഏരിയയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കിയ സ്റ്റാറ്റ്ഫോർഡ് വന്ന് ഞാൻ നമ്മുടെ ഷ്യാമിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ കോൾ ചെയ്ത് നിങ്ങൾ നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഇനി എന്തായാലും ചെറിയൊരു ഡ്രൈവ് ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു കീ ഫോബ് വരുന്നത്. നമ്മൾ സ്പോർട്ടേജിലൊക്കെ കണ്ടുവരുന്ന നമ്മൾ ആ ഒരു കിയേൻ്റെ വണ്ടികളിൽ കാണുന്ന ആ ഒരു സെയിം കീ ഫോബാണ് ഇതിന് വരുന്നത്. നമുക്ക് അതിനകത്ത് ലോക്ക് അൺലോക്ക്, അതുപോലെ നമുക്ക് റിമോട്ട്ലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും പാനിക് ബട്ടണുകളെല്ലാം കൂടെ ഉള്ളൊരു കീ ഫോബാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ അകത്തോട്ട് കയറി നമുക്ക് ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു ലിവർ നമുക്ക് ജസ്റ്റ് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് നമുക്ക് ഡ്രൈവിലേക്ക് ഇടാം. നമുക്കിത് ഓൾ വീൽ ഡ്രൈവ് ആണ് ഈ വണ്ടി. നമുക്ക് അതിൻ്റെ ആ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഈ ഒരു TFT സ്ക്രീനിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ആ കൃത്യം എടുക്കുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ പവർ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. നമുക്കിത് 1.6 ലിറ്ററിൻ്റെ എഞ്ചിനാണ്.
പക്ഷേ നമുക്ക് ആ ഒരു ഹൈബ്രിഡ് അസിസ്റ്റ്, ഹൈബ്രിഡ് മോട്ടർ എല്ലാം കൂടെ വരുമ്പോഴത്തേനും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഫാമിലി യൂസിന് നമുക്ക് നല്ല എനർജി എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാനും പറ്റും. അതേ സമയത്ത് നമുക്ക് സ്പോർട്ടി ആയിട്ട് ഓടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്പോർട്ടി ആയിട്ട് ഓടിക്കാനും പറ്റുന്ന ഒരു കിടുക്കൻ ഒരു SUV ആണ്. നമുക്ക് ഫാമിലി കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം അതിന് മാത്രം സ്പേസും അതുപോലെ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക കിയൻ്റെ സ്പോർട്ടേജ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RAV4 പിന്നെ CRV കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ. നമുക്ക് ഈ വണ്ടി പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് കാണിച്ചു തരും ഇത് എത്രയാണ് അതിൻ്റെ ഒരു എന്താ പറയുക പാർക്കിങ്ങിൻ്റെ ഒരു ഇതെന്നൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലാണെങ്കിൽ ഇവിടെ നമുക്കത് കാണിച്ചു തരും. അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതൊരു EX വേരിയൻ്റ് ആണ് എങ്കിൽ പോലും നമുക്ക് അതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് കാണിച്ചു തരും. അതുപോലെ പാർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു പാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റായി നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് ഇനി ഇറങ്ങി പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾ വണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ട്രിം ഉണ്ട്. ഓരോ ട്രിമ്മിനും നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾ കിയ സ്ട്രാറ്റ്ഫോർഡൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ശ്യാമിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ശ്യാമിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻ്റ് ആണ് അതിനനുസരിച്ച് അവർ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ വണ്ടി SUV നോക്കുന്ന ഒരാളാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുക ഇതും അതുപോലെ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നുള്ള HRV അല്ല CRV അതുപോലെ RAV4 കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രൈസ് ഇതിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തുക. അതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ഏതാണോ പ്രിഫേർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് മൂന്നും അല്ലെങ്കിൽ ഇതിന് വേറെ ഏതെങ്കിലും കോമ്പറ്റീറ്റർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് എല്ലാം കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കി നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും നമ്മളൊരു പുതിയൊരു വ്യത്യസ്തമായ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ മോഡലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. താങ്ക് യു.